ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇതിൻ്റെ അകത്താണ് നമ്മൾ ചെയ്യാൻ പോണത്. നമ്മൾ ആദ്യം തന്നെ സ്റ്റെം തയ്ക്കാം. സ്റ്റെം യൂഷ്വലി ഞാൻ എപ്പോഴും സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യാറ്. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റെം സ്റ്റിച്ചിന് പകരം ചെയിൻ സ്റ്റിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ താഴത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 strands ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഈ സെയിം പോയിൻറ്റിൽ എവിടെയാണ് നമ്മൾ കുത്തിയെടുത്തത് പൊക്കിയത് ആ സെയിം പോയിൻറ്റിൽ കൂടെ തന്നെ എടുത്തിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് എത്ര അടുപ്പിച്ച് ചെയ്യണോ അത്ര ഭംഗി. തീരെ കുഞ്ഞതായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആര്യ വർക്കിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടും. തീരെ 2 strands ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ട് തീരെ കുഞ്ഞു കുഞ്ഞു ചെയിൻസ് എടുക്കുവാണെങ്കിൽ ആര്യ എഫക്റ്റ്, ആര്യ ത്രെഡ് നീഡിലും കൊണ്ട് ചെയ്യുന്ന ആ ഒരു ഫിനിഷിങ് നമുക്ക് ഈ നോർമൽ നീഡിൽ വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റെം മുഴുവനും സ്റ്റെം സ്റ്റിച്ചിന് പകരം ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഫിൽ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളത്. ഞാനിത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. ഇത് 6 strands ഇട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ബോർഡർ സ്റ്റിച്ചായിട്ട് ചെയ്യാം. സ്റ്റെമ്മിനൊക്കെ തയ്ക്കുമ്പോൾ 6 strands എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കുത്തിയെടുക്കുക, ത്രെഡ് നീഡിലിൻ്റെ താഴത്തേക്ക് കൂടെ എടുക്കുക. ഇതുപോലെ നമുക്ക് സ്റ്റെം ഫിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ച് സ്റ്റെംസ് എല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലീവ്സാണ്. ലീവ്സ് നമ്മൾ തയ്ക്കുന്നത് ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ടാണ്. ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ തയ്ക്കുമ്പം സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ടിപ്പിൽ നിന്നാണ് കേട്ടോ. ടിപ്പിൽ നിന്ന് നമ്മൾ ഇതുവരെ ഇതും 3 strands ആണ് ഞാൻ എടുത്തിട്ടുള്ളൂ. 6 strands എടുത്തിട്ടില്ല. വേണമെങ്കിൽ 6 strands എടുത്താലും കുഴപ്പമില്ല. ഇത് ഞാൻ ഓരോ ആൾക്കാരുടെ ഇതാണ് എന്തോരം വേണം താത്തണ്ടേ എന്നുള്ളത്. ഒത്തിരി താത്തി അത്ര ഭംഗിയുണ്ടാവില്ല. കുറച്ച് ടിപ്പിൽ നിന്ന് കുറച്ച് ഇവിടം വരെ ഇത്രയും പോർഷനാണ് ഞാൻ താത്തുന്നത്. താത്തിയിട്ട് ഇങ്ങനെ ഇവിടെ നമ്മൾ താത്തി നീഡിൽ താഴത്തോട്ട് കൂടെ വലിച്ച് പിന്നെ മേളിൽ പൊക്കിയെടുക്കണം. അതിന് കുറച്ച് സമയം എന്ന് വെച്ചാൽ ഫ്രെയിം പൊക്കവും താത്തവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അതിലും എളുപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എവിടെയാണ് നമുക്ക് താത്തണ്ടേ, എവിടെയാണ് നമ്മൾ പൊക്കണ്ടേ, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ്സ് കുറയും. അത് കുറയ്ക്കാം. നമ്മുടെ ഷോൾഡർ പെയിനൊക്കെ ഉള്ളവർക്ക് അതൊരു വലിയൊരു ആശ്വാസം. എപ്പോഴും ഈ വലിച്ച് അത്രയും നീളത്തിൽ നമ്മൾ നൂലെടുത്താൽ അത്രയും വലിക്കുമ്പം അത്രയും ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഇതുപോലെ വി ഷേപ്പിൽ ഇങ്ങനെ താത്തുക. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. തൊട്ട് താഴെ തന്നെ താത്തുക. ഒത്തിരി നീട്ടിക്കൊണ്ടുവന്ന് താത്തരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഞാൻ താഴത്തേക്കൂടെ ആട്ടോ വലിച്ചത്. താഴത്തേക്കൂടെ അല്ലാണ്ടും വലിക്കാം. ഇതുപോലെ ഇവിടെ പൊക്കിയെടുക്കുന്നു. ഇവിടെ പൊക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇപ്പുറത്തുനിന്ന് ഇവിടെ നിന്ന് ഈ ഒരു പോയിൻറ്റിൽ കുറച്ചും കൂടി സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പോയിൻറ്റിൽ ഇതുപോലെ ഇങ്ങനെ എടുത്ത് ത്രെഡ് നീഡിലിൻ്റെ താഴത്തേക്കൂടെ എടുത്തിട്ട് ഇതുപോലെ വലിച്ചെടുക്കുക. ഇനി ഇത് താത്തേണ്ട ആവശ്യമില്ല. എവിടെയാണോ നമ്മൾ താത്തിയിട്ട് താത്തനെ അവിടെ നിന്ന് നീഡിൽ പാസ് ചെയ്ത് എവിടെയാണ് പൊക്കിയെടുക്കണ്ടേ അവിടെ നമ്മൾ കൊണ്ടുപോവുക. അപ്പോൾ നമ്മൾ ഈ ഫ്രെയിമിൻ്റെ താഴത്തേക്കൂടെ നൂല് വലിക്കേണ്ട കാര്യമില്ല. കുറച്ചും കൂടെ എളുപ്പമാണ്. നമ്മുടെ കൈക്കും സുഖം അതാണ്. ഷോൾഡറിന് ഉള്ള മൂവ്മെൻറ്റ്സ് കുറച്ച് കുറയും. ഇതുപോലെ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. താഴത്തേക്കൂടെ വലിച്ചെടുക്കണേക്കാളും വളരെ എളുപ്പമാണ്. നമ്മുടെ ടൈമും കുറേ സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ കൈയുടെ വേദനയും കുറയ്ക്കാൻ പറ്റും. ഇതുപോലെ ആണ് വി ഷേപ്പിലാണ് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഫ്ലൈ സ്റ്റിച്ച് ഇങ്ങനത്തെ പല സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ ലീവ്സ് തയ്ക്കാം, ഈ ഷേപ്പിലുള്ള പെറ്റൽസ് തയ്ക്കാം, അതല്ല റൗണ്ട് ഷേപ്പിലാണെങ്കിലും നമുക്ക് തയ്ക്കാം. അത് റൗണ്ട് ഷേപ്പിൽ എങ്ങനെയാണ് തയ്ക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എടുത്ത് ഇങ്ങനെ വി ഷേപ്പിൽ വെച്ച് ചെയ്ത് നമുക്ക് ഈ ലീവ്സ് രണ്ടും ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ ഇതിപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതെന്താ ഗ്യാപ്പ് വന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഞാൻ എടുത്ത് താത്തിയപ്പം കുറച്ച് ത്രെഡിന് നീളം കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് വന്നത്. അപ്പോൾ ത്രെഡിൻ്റെ നീളം താത്തുന്ന സ്പേസ് ഒത്തിരി വിട്ടിട്ടാണ് നമ്മൾ താത്തണമെങ്കിൽ ഇതുവരെ ഗ്യാപ്പ് വരും. അപ്പോൾ ഗ്യാപ്പ് വരാണ്ടിരിക്കണമെങ്കിൽ അടുപ്പിച്ച് തന്നെ നമ്മൾ താത്തണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലീഫ് തയ്ച്ചു. ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ട് ലീഫ് തയ്ച്ചു കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾക്ക് ഫ്ലവറാണ് തയ്ക്കേണ്ടത്. ഫ്ലവർ നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് വെച്ച് തന്നെ തയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇത് രണ്ട് സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 6 strands ഇട്ടിട്ടാണ് തയ്ക്കുന്നത്. ഇത് തയ്ക്കാൻ നേരത്ത് നമ്മൾ ഇച്ചിരി ഫ്രെയിം ട്വിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം
ഇത് ഔട്ടർ സർക്കിളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കുത്തിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പം നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് തയ്ച്ചത് വി പോലെയല്ല, അതുപോലെ തന്നെ ഈ സർക്കിളിൻ്റെ അവിടെയും പാരലായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെയും കുത്തിയെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ, ഈ സർക്കിളിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ പൂക്കുന്നത്, വി പോലെ ആവാനായിട്ട് ഇങ്ങനെ. എന്നിട്ട് ത്രെഡ് നീഡിലിൻ്റെ താഴത്തേക്കൂടെ എടുത്തിട്ട് ഇങ്ങനെ. ഇത് 6 strands ഇട്ടിട്ടാട്ടോ ഞാൻ തയ്ക്കുന്നത്. തൊട്ടടുത്ത് തന്നെ താത്തുക, ഒത്തിരി അകത്തരുത്, തൊട്ടടുത്ത് തന്നെ നമ്മൾ താത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് സർക്കിൾ ഒരു ഫ്ലവർ പാറ്റേൺ നമുക്ക് തയ്ക്കണമെങ്കിൽ. അപ്പം മറ്റേ പാടത്ത് നീണ്ട ഫ്ലവർ പെറ്റലാണെങ്കിൽ നമുക്ക് ലീഫ് തയ്ച്ചോലെ തന്നെ തയ്ച്ചെടുക്കാം ഫ്ലൈ സ്റ്റിച്ച് വെച്ച്. അതല്ല സർക്കിളാണ് നമ്മുടെ ഇങ്ങനത്തെ ഒരു സർക്കിൾ പാറ്റേണാണ് തയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് തയ്ക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ട് ഫ്ലവർ തയ്ക്കുന്നത്, റൗണ്ടിലുള്ള ഫ്ലവർ പാറ്റേൺസ് തയ്ക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഫ്ലൈ സ്റ്റിച്ചിൻ്റെ ഇത് എങ്ങനെയാണ് അതിൻ്റെ നടുക്കേ കൂടെ ഇത് വരുന്നുണ്ട്. ഈ പോർഷന് ഇതിപ്പം നമുക്ക് കുഞ്ഞു സർക്കിളാണെങ്കിൽ ഇത് ഫ്ലൈ സ്റ്റിച്ച് വെച്ച് ഇതുപോലത്തെ സർക്കിൾ തയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വലിയ ഫ്ലവർ പാറ്റേൺ സർക്കിളാണെങ്കിൽ ഇത് എളുപ്പമായിട്ട് ചെയ്യും. പക്ഷേ ത്രെഡ് യൂസേജും ടൈം കൺസ്യൂമിങ്ങും കൂടുതലാട്ടോ ഈ ഒരു സ്റ്റിച്ചിന് ഫ്ലവർ തയ്ക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം നടുക്ക് നമുക്ക് നോർമൽ ഫ്രഞ്ച് നോട്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ബീഡ് വെക്കാം. ഇവിടെ ഞാനിപ്പോൾ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അതിന് ഞാൻ 6 strands ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ എടുത്തിട്ട് 1 or 2 ട്വിസ്റ്റ് ചെയ്യാം. പെട്ടെന്ന് ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 വട്ടം ട്വിസ്റ്റ് ചെയ്തിട്ട് താഴത്തോട്ട് താത്താം. അത് ഈ ഹോളിൻ്റെ വലുപ്പം അനുസരിച്ച് ഈ നടുക്ക് തയ്ക്കാൻ ഇപ്പോൾ ഒരെണ്ണം തയ്ച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഒത്തിരി സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 2 വട്ടമൊക്കെ ചുറ്റിയിട്ട് താത്തിയാൽ പെട്ടെന്ന് ഫില്ലാവും, എംബോസ് ചെയ്തിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ അപ്പോൾ ഇതുപോലെ 2 വട്ടം ചുറ്റിയിട്ടാണ് ഞാൻ താത്തുന്നത്. ഇതൊരു ഓഫ് വൈറ്റ് കളർ, ഒരു ലൈറ്റ് ബ്ലൂയിഷ് ഓഫ് വൈറ്റ് കളർ പോലത്തെ ഒരു ത്രെഡ് കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്രഞ്ച് നോട്ട് നമുക്ക് ചെയ്ത് എടുക്കാം. അതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട് പൂമ്പൊടിക്കും നമുക്ക് കൊടുത്തേക്കാം. ഇവിടെ ഒരു പുട്ടുപുട്ടായിട്ടുള്ളത് അതൊന്ന് വേറൊരു കളർ വെച്ച് കൊടുത്താൽ കുറച്ചും കൂടെ നമുക്ക് കാണാൻ ഭംഗി കൂട്ടാം. അപ്പോൾ ഇതുപോലെ 4 ഫ്രഞ്ച് നോട്ട്സാണ് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഒരു പാറ്റേൺ തയ്ച്ചു കഴിഞ്ഞാൽ വരുന്ന ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ട് ലീവ്സും അതുപോലെ തന്നെ ഫ്ലവറും ഒരു സ്റ്റിച്ച് വെച്ചിട്ട് 2 രീതിയിലും തയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഇത് നോക്ക്, ഇതിൻ്റെ അകത്ത് വേറൊരു ഡിഫറൻസും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് 2 വട്ടം ചുറ്റിയിട്ട് താത്തിയ ഫ്രഞ്ച് നോട്ടാണ്. അതിൻ്റെ എംബോസിങ് എന്തോരമാണെന്ന് നോക്ക്. ഇത് 1 വട്ടമാണ് നമ്മൾ ചുറ്റിയിട്ട് താത്തിയതാണ്. അപ്പം നീറ്റ്നെസ് കുറച്ചും കൂടെ വരുന്നത് 1 വട്ടം ചുറ്റുമ്പോഴാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പേസ് കൂടുതലാണ്. 1 വട്ടം ചുറ്റി താത്തുക എന്ന് പറഞ്ഞാൽ കുറേ ടൈം എടുക്കും. അപ്പോൾ അത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് തയ്ച്ച് തീർക്കണം അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ 2 വട്ടം ചുറ്റിയിട്ട് താത്തിയാൽ മതി. കുറച്ചും കൂടെ ടൈറ്റായിട്ട് ചെയ്താൽ ഇതിലും കുറച്ചും കൂടെ വൃത്തിയായിട്ട് വരും കേട്ടോ.
ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ട് 2 രീതിയിൽ എങ്ങനെ തയ്ക്കാം, ഒരേ സ്റ്റിച്ച് പക്ഷെ 2 രീതിയിൽ തയ്ച്ചാൽ എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ ഇന്ന് കണ്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവർ കുഞ്ഞ് സർക്കിൾ വരച്ചിട്ട് ചെയ്യരുത്, അത് നേരെ ആവത്തില്ല. അത് അപ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയണേ. ആദ്യമായിട്ട് തയ്ക്കുമ്പോൾ ഒരു വലിയ സർക്കിൾ വരച്ച് അതിൻ്റെ അടുത്ത് ഒരു കുഞ്ഞത് വരച്ചിട്ട് വേണം തയ്ക്കാനായിട്ട്. ആദ്യം തന്നെ കുഞ്ഞ് സർക്കിളിൽ തയ്ച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിങ്ങിൽ വരത്തില്ല. അത് ഇതിന് ലീഫിന് കുഴപ്പമുണ്ടാവില്ല, സ്ട്രെയിറ്റ് ആയതുകൊണ്ട്. ഈ സർക്കിളായിട്ട് വരുമ്പോഴുള്ള ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ട് അതിന്. അതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.